പ്രകാശേ ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. പിന്നെ ഈ പ്രാവശ്യത്തെ പൊങ്കാല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ്. അമ്മയ്ക്ക് എന്റെ അർപ്പണം അതാണ്. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടായാൽ അത് കേരളത്തിന് നന്നാവും എന്നെനിക്കൊരു ഉറച്ച വിശ്വാസം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതുകൊണ്ട് അദ്ദേഹം ഈശ്വര വിശ്വാസിയാണോ അതൊന്നും എനിക്കറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീഴുന്നില്ല കരളുറപ്പുള്ള കേരളം. ഇത്തവണ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചായി. അതങ്ങനെ ഞാൻ ഈ പൊങ്കാലയ്ക്ക് വരുന്നത് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ എടുത്ത ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അമ്മ കേൾക്കും. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? അദ്ദേഹം പൊങ്കാല ഇട്ടതിന്റെ പേര് അദ്ദേഹം വഴക്ക് പറയും അദ്ദേഹത്തിന് അങ്ങനെ. അല്ല, അത്തരം പ്രശ്നം ഇവിടെ വരുന്നില്ലല്ലോ. അത് ശരിയാ, അത് ശരിയാ. ഒരു കാര്യങ്ങളിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ഇടപെടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. എന്തോ എങ്ങനെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അതായത് ഇതിന്റെ ഒരു നിവേദ്യം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണോ? അങ്ങനെയില്ലല്ലോ. ഇത് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന നമ്മുടെ പൊങ്കാലയാണ്. അത് ശരിയാ, അത് ശരിയാ. അമ്മ സ്വീകരിച്ച് അനുഗ്രഹിക്കും. മൂന്നാം ഭരണ തുടർച്ചയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനും പൊങ്കാല സഹായമാകും. അല്ല, അങ്ങനെയൊന്നും. ഇത് തികച്ചും വ്യക്തിപരം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അതെന്റെ വലിയൊരു ആഗ്രഹം. നമ്മൾ സഹോദര സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. എന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഒരു അനിയത്തി ചെയ്യുന്ന ഒരു കർമ്മം അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ത്